ഏറ്റവും ഒടുവിലായിട്ട് കാണുന്നുണ്ട്, രണ്ടുപേരെ കൊണ്ട് നിർത്തുന്നുണ്ട്, ബറബാസിനെയും ക്രിസ്തുവിനെയും. പൂർണ്ണ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ബറബാസും മുൾമുടി അണിഞ്ഞ ക്രിസ്തുവിനെ നിർത്തിയിട്ട് ചോദിക്കുന്നു, ആരെ വേണം? സ്വന്തക്കാർ പറഞ്ഞു, ഇവനെ വേണ്ട, ആരെ മതി? ബറബാസിനെ വന്നു. സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. ലോകം അവനെ അറിഞ്ഞില്ല. ഇനിയും പിന്നെ സ്വന്തത്തിലേക്ക് സ്വന്തക്കാർ കൈക്കൊള്ളാതിരുന്നപ്പോൾ അവിടുന്ന് നമ്മളെ സ്വന്തമാക്കി. അതൊക്കെയാണ് നമ്മൾ പാടി ആരാധിച്ചത്. പക്ഷേ ഇവിടെ ഒരു അപകട സൂചന കിടപ്പുണ്ട്. ഇനിയും കർത്താവ് വരുമ്പോഴും സ്വന്തമെന്ന് പറയുന്ന പലരും അത് അറിയാതെ പോകും. സ്വന്തമെന്ന് പറയുന്ന പലരും അറിയാതെ പോകാൻ സാധ്യതയുള്ള ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് അവൻ അറിയാതെ പോകും എന്നുള്ളതും ഒരു ദുസൂചനയാണ്. പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. ആദ്യം വന്നപ്പോഴും സ്വന്തക്കാര് കൈക്കൊണ്ടില്ല, ലോകം അവനെ അറിഞ്ഞില്ല. പ്രിയരെ, സ്വന്തക്കാര് കൈക്കൊള്ളാഞ്ഞപ്പം നമ്മളെ സ്വന്തമാക്കിയ ക്രിസ്തു അന്നത്തെ ഇനി ഒരു രണ്ടാം വരവിൽ വിടപ്പെട്ടു പോകാതിരിക്കാനുള്ള ദൈവികമായ ക്രമീകരണങ്ങളാണ് ഈ യോഗങ്ങളിലൂടെ ഒക്കെ ചെയ്യുക. എന്താ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ആ പ്രത്യാശയുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും പറയാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആ ഒരു ദിവസം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് വിടപ്പെടാതിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയും. അന്ന് വിടപ്പെടാതിരിക്കുക. അത് തന്നെയല്ല, നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക. ഞാൻ ഈ ദിവസങ്ങളിൽ പോയിടത്തൊക്കെ അത് പങ്കുവെച്ചു. എനിക്ക് വ്യക്തമായി ഞാൻ കേട്ടൊരു ദൈവശബ്ദമാണ്. എളിവനായി ഞാൻ ഉൾപ്പെടെ മറ്റൊരു ദൈവദാസനോട് ചേർന്ന് ഞങ്ങളൊരു തിരുവനന്തപുരത്ത് ഒരു മരണത്തിന് വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് എൻ്റെ വണ്ടിയെ വന്ന് ഒരു വണ്ടി ഇടിച്ചു. എൻ്റെ കണ്ണാടിയെല്ലാം പൊട്ടിപ്പോയി, അവിടെ കണ്ണാടിയും പൊട്ടി. അപ്പം ഞങ്ങളുടെ വണ്ടി സത്യത്തിൽ ലെഫ്റ്റ് സൈഡിലാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. വണ്ടി ഇച്ചിരി വളവിന് കയറി വന്നാണ്. അപ്പം എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ഒരു നല്ല മുട്ടനൊരു ചെറുക്കനാണ്. അവന് അധികം അതിനൊരു ചെറുക്കനാണ്. അവനങ്ങ് സങ്കടം വന്നു. അവൻ എൻ്റെ നേരെ ഒരു ചാട്ടം. എന്ന് പറഞ്ഞു, മര്യാദയ്ക്ക് വണ്ടിക്കകത്തിരുന്നോണം, ഇറങ്ങി വന്നേക്കരുത്. ഇറങ്ങി വന്നിട്ട് സമ്മതം ഒന്നും പറയണ്ട, ഞാൻ പോയി സംസാരിച്ചോളാം, കണ്ണാടിയുടെ പൈസ മേടിച്ചുകൊണ്ടാണ് ഞമ്മത്തോട്ട്. ഇങ്ങനെ ഇറങ്ങി വന്നേ, താക്കോല് വന്നിട്ട് ഞാൻ കയറിപ്പോവും. ഇവനങ്ങ് ദേഷ്യപ്പെടുന്നു. ഇവൻ പോയപ്പോൾ എന്നോട് കർത്താവ് പെട്ടെന്ന് പറയാം, കണ്ണാടി പോയാൽ പൈസ നഷ്ടമേ വരത്തുള്ളൂ, വഴക്കുണ്ടാക്കിയ നിത്യതയെ ബാധിക്കും. കണ്ണാടി പോയാൽ പൈസ നഷ്ടമേ വരത്തുള്ളൂ. ആ കണ്ണാടിയുടെ പേരിൽ അവനോട് കൊല്ലപ്പുണ്ടാക്കിയാൽ എന്തോ പോവും? എന്തിനെ ബാധിക്കാം? നിത്യതയെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടരുത്. നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. കാരണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നിത്യത എന്നുള്ളതാണ്. അതിനുവേണ്ടിയല്ലേ നാം എല്ലാം ഇറങ്ങി തിരിച്ചത്. ഒത്തിരി കാര്യങ്ങളൊക്കെ പുറപ്പെട്ടുമൊക്കെ വന്നത് നിത്യത എന്നുള്ള വലിയ ദർശനത്തില്ല. അതുകൊണ്ട് എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കാനുള്ളൊരു കൃപ തരണമേ. ഈ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം കരമുയർത്തിയെന്ന് പ്രാർത്ഥിച്ചു. ഏതൊരു കാര്യത്തിൽ വരുമ്പോഴും നിത്യതയെ ബാധിക്കുന്ന ഒന്നിൽ നിന്ന് ഒഴിവായിരിക്കാം. അന്നേരം അതിച്ചിരി പെയിൻഫുള്ളായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് പെയിൻഫുള്ളായിരിക്കുന്നതൊക്കെ നാളെ നമുക്ക് ലാഭമായിരിക്കും. അതുകൊണ്ടാണ് പാടുക, ഇന്നുള്ള വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും. വിഷമമുള്ളതാണെങ്കിലും അതൊരു വില തരുന്നൊരു ദിവസമുണ്ട്, കർത്താവിൻ്റെ വരവെങ്കിൽ. കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണ് നാം ആഗ്രഹിക്കുക. അതിൽ കുറഞ്ഞൊരു ലക്ഷ്യം നമുക്കില്ല. സത്യത്തിൽ ഇതെല്ലാം വിട്ടു പുറപ്പെട്ടത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ, നിത്യതയെന്ന്. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ എന്ത് ചെയ്തിരുന്നു? കാംക്ഷിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിത്യതയെ ബാധിക്കും. 2, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആ യാത്രയിൽ ആസ്തി നിത്യതയെ വേണ്ടേ? അത് നമ്മുടെ ഒരു എപ്പോഴും ഉള്ള ചിന്തയായിരിക്കണം. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മൊഴികളുടെ പ്രത്യേകത, പുഴുവും തുരുമ്പും കെടുത്തുന്നതും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്നതുമായ ഭൂമി നിങ്ങളുടെ നിക്ഷേപം വേണ്ട. എവിടെ വേണം? സ്വർഗത്തിൽ വേണം. സ്വർഗത്തിൽ നിക്ഷേപം. അപ്പോൾ അവിടെ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളതാണ്. അവിടെ സമത്വമൊന്നുമല്ല കേട്ടോ. അവിടെ ഭയങ്കര വ്യത്യാസമാണ്. തേജസ്സും കൊണ്ട് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങളുടെ തേജസ് കൊണ്ട് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യാസമുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോവുക. അവിടെ നമുക്ക് ആസ്തി വേണ്ടേ? ഈ വയനാടിന് വേണ്ടിയുള്ള കൈത്താങ്ങൊക്കെ കൊടുക്കുമ്പോഴും എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുക? നമ്മൾ ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം 1 സ്നേഹമാണ്, 2 എല്ലാവരെയും ചേർത്ത് പിടിക്കുക. വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. എൻ്റെ ചിന്തയിൽ എഡിസൻ്റെ വാക്കുകളായിരിക്കണം അത്, അല്ലേ? ഒന്ന് എഴുന്നേറ്റ് ചെയ്യുന്ന മോനെ. എന്ത് ഒഴുകുമായിരുന്നു ആ വാക്കുകൾ.
പ്രത്യേകം അഭിനന്ദനം. ഒരിക്കലും അത് കുറയരുത്. കൂടുതൽ വായിക്കുക, കൂടുതൽ എഴുതുക. അതിനുള്ള കൃപയെല്ലാം കർത്താവ് തരട്ടെ. വാക്കുകൾക്കൊരു മാസ്മരിക ശക്തിയുണ്ട്. ആ വാക്കുകളിലൊരു അനർഗളമായ പ്രവാഹമുണ്ട്. മനസ്സിനെ തൊടാനുള്ള അനിതരസാധാരണമായ ഒരു കൃപയുണ്ട്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാഷയെ പറഞ്ഞതാണ് കേട്ടിരുന്നപ്പോൾ എനിക്ക് അത്രയും മനസ്സിലായി എഡിസൻ്റെ വാക്കുകളാണ്. കാരണം എൻ്റേതല്ലെന്ന് എനിക്കറിയാം, ഞാനത് എഴുതി അത്രയും വരത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുക? നിത്യതയിലേക്കുള്ള ഒരു കൈത്താങ്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് കൂടാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ. ആ ഒരു ലക്ഷ്യത്തോട് വേണം ചെയ്യാൻ. അപ്പം നിത്യതയ്ക്ക് കോട്ടം വരുന്ന ഒന്നിലും ഇടപെടരുത്. നിത്യതയ്ക്ക് കോട്ടം വരുന്ന ഒരു കാര്യത്തിലും ഇടപെടരുത്. പറഞ്ഞേ, നിത്യതയ്ക്ക് കോട്ടം വരുന്ന ഒരു കാര്യത്തിലും എന്ത് ചെയ്തേക്കരുത്? ഒന്നുകൂടെ പറഞ്ഞേ, നിത്യതയ്ക്ക് കോട്ടം വരുന്ന ഏതൊരു കാര്യത്തിലും ഇടപെടുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇതെൻ്റെ നിത്യതയെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ? നിത്യതയെ ബാധിക്കുമെങ്കിൽ അന്നേരം അങ്ങ് മിണ്ടാതെ മാറിയേക്കണം. എന്നാൽ നിത്യതയ്ക്ക് കോംപ്ലിമെൻറ്റിങ് ആകുന്ന ഒരു കാര്യത്തിലേ ഇടപെടാവും. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഒത്തിരി ഇടത്ത് പറയാറുണ്ട്. അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. കോവിഡിൻ്റെ സമയം ഒരു ഘട്ടകാലം നമ്മളെ വിട്ടു പോവുകയാണ്. പക്ഷേ അതിൻ്റെ ഓർമ്മകളൊക്കെ ഇന്നും അവശേഷിക്കുക. മറക്കരുതാത്തൊരു കാലം. അങ്ങനെ ഒരു കാലത്തിലൂടെ കടന്നു പോയപ്പോഴാണ് ലോകം ഒരു വല്ലാത്ത ഫേസിലൂടെ പോയി. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്രെയർ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഒത്തിരി സ്ഥലത്തുള്ള ദൈവദാസന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഓൺലൈൻ കൂട്ടായ്മ. ഭയങ്കര സന്തോഷമാണ്. അതിനകത്ത് ലോകമെമ്പാടുമുള്ള ഒത്തിരി പേരുണ്ട്. ഏതെങ്കിലും ഒരു ടൈം സോണിൽ, അന്നത്തെ സമയത്തൊക്കെ രാത്രിയും പകലും ഇല്ലാതെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കാരണം ഭീതിയുടെ ഒരു കാലം. അന്നേരം പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പങ്കുവയ്ക്കും. അപ്പം ഞാൻ ആ കൂട്ടായ്മയിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം വെന്റിലേറ്ററിലാണ്. ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസൻ പെട്ടെന്നൊരു ദൂത് പറയുക, അദ്ദേഹത്തെ ഒന്ന് പിടിച്ചു വെച്ചേര്, ഒരു 5 വർഷം കൂടെ പിടിച്ചു വെച്ചിട്ട് വിട്ടാൽ മതി, നമുക്കെല്ലാം കൂടെ ഒന്ന് പിടിക്കാം. നമ്മൾ ചിലപ്പം പിടിച്ചാൽ കിട്ടത്തില്ലേ? പിടിക്കാം. ചിലരുടെ കാര്യത്തിൽ നമുക്ക് പിടിക്കാൻ സമയം കിട്ടത്തില്ല. എന്നാൽ ചിലരുടെ കാര്യത്തിൽ എന്ത് കിട്ടും? സമയം കിട്ടും. അപ്പം ഒന്ന് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാം, ഒരു 5 വർഷം കൂടെ ജീവിക്കട്ടെ. ഞാൻ ചോദിച്ചു അതെന്നാ? പുള്ളി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇപ്പം മേളിൽ ചെന്നാൽ ഗതികേടാ, ഒരു തൂപ്പ് ജോലി പോലും കിട്ടത്തില്ല, ഒരു കുടില് പോലും ഇല്ലെന്ന് തോന്നുന്നില്ല. അവിടെ 2 കമ്പ് കാത്തി ഒരു കുടില് കിടപ്പുണ്ട്, പക്ഷെ മേളിലൊന്നും ഒന്നുമില്ല. ഞാൻ ഈ മനുഷ്യനെ പഠിച്ചപ്പോൾ ഇഷ്ടം പോലെ പൈസയുള്ള മനുഷ്യനാണ്. അറുത്ത കൈക്ക് ഉപ്പിടത്തില്ല. എന്തുകൊണ്ട് വിശേഷം ചോദിച്ചാൽ എല്ലാം ഉണ്ട്, എന്താ അറിഞ്ഞിട്ടെന്ന് ചോദിച്ചോളൂ. അത്ര റഫാണ്ട് ഓഫ് ഒരു മനുഷ്യൻ. അങ്ങനെ ഒരിക്കൽ പോലും കാണാത്ത ദൈവദാസൻ പറയുക, മേളിൽ എന്തില്ല? മേളിൽ എന്തില്ല? ഒന്നുമില്ല. എന്നാൽ കുറേ നാൾ കഴിഞ്ഞ് മറ്റൊരാൾ ഇതുപോലെ മരിക്കാറായി. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ദൈവദാസൻ പറഞ്ഞു, വിട്ടേര് പൊയ്ക്കോട്ടെന്ന്. ഞാൻ ചോദിച്ചു എന്താ? ഇപ്പം ചെന്ന സ്റ്റേറ്റ് മുഖ്യമന്ത്രി റാങ്കിൽ ഇറങ്ങുന്നത്. നമ്മുടെ ഭാഷയാണ്, നമുക്ക് മനസ്സിലാകാൻ്റെ. മേളത്തെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാർ തുറന്ന് പിടിച്ച് വെക്കുക, കയറി ബാക്ക് സീറ്റിലോട്ട് ഇരുന്നാൽ മതി. പൈലറ്റ് ജീപ്പൊക്കെ റെഡിയാണ്. നമ്മുടെ മനസ്സിലാകുന്ന ഭാഷയില്ല. മേളിൽ എന്തോ ഉണ്ട്? ആസ്തിയുണ്ട്. ഈ മേളിൽ ആസ്തിയുള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ് പോകുമ്പോൾ. അതുകൊണ്ട് നിത്യതയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു അത്ഭുതമുണ്ട്. ഇവിടെ ഒന്നുമില്ലാത്തവർക്ക് അവിടെ ഭയങ്കര ആസ്തിയായിരിക്കും. ഇവിടുത്തെ കോടീശ്വരർ അവിടെ ദരിദ്ര നാരായണരായിരിക്കും. എന്നാൽ ഇവിടുത്തെ ദരിദ്ര നാരായണർ അവിടെ കോടീശ്വരരായിരിക്കും. നിത്യതയോട് പുലരുമ്പോൾ ഏറ്റവും വലിയ ലോകം കണ്ട അത്ഭുതം കാണും. അന്ന് പിമ്പന്മാർ മുമ്പന്മാരാകും, മുമ്പന്മാർ പിമ്പന്മാരാകും. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം നടക്കാൻ പോകുന്നൊരു ദിവസമുണ്ട്. നിത്യതയാ. ഹല്ലേലൂയ. അതുകൊണ്ട് 2 ചിന്തകളോടെ വേണം എപ്പോഴും ഈ ദിവസങ്ങൾ ജീവിക്കാൻ. കർത്താവ് വരാറായെന്നുള്ളത് സത്യമാണ്. അത് ലോകം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന്, നിത്യതയെ ബാധിക്കുന്ന ഒരേ ഇടകൂടത്തിലും ചെന്ന് ചാടരുത്. രണ്ടാമത്തെ കാര്യം, നിത്യതയ്ക്ക് ആസ്തി കൂട്ടിക്കോണം. നിത്യതയിലേക്കുള്ള നിക്ഷേപത്തിൻ്റെ ഭാഗമാണ് ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുക. എന്തിനാണ് ഈ തിരക്കുള്ള ലോകത്ത്, പ്രവാസ ലോകത്ത് പ്രിയരായവരൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുക? പേര് കിട്ടാൻ വേണ്ടിയാണോ? എന്ത് പേര് കിട്ടും? ഒരു പേരും കിട്ടത്തില്ല. ഇത് കഴിയുമ്പം കുറെ കുറ്റം കേൾക്കാം. എന്നിട്ടും പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഒരേ ഒരു ലക്ഷ്യം, കർത്താവിന് വേണ്ടി ചെയ്യുന്നതിനൊക്കെ പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനി ദിവസങ്ങൾ. ഹല്ലേലൂയ. നാളുകൾ നമ്മുടെ ആദികൾ തീർന്നു. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. അപ്രത്യാശയുള്ളവരെല്ലാം കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, കാലമെല്ലാം കഴിയും, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനി സമയം. അതുകൊണ്ട് നിത്യതയ്ക്ക് വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാകേണ്ടതിന്, അത് അധികമായി ഉണ്ടാകേണ്ടതിന് സുവിശേഷം എഴുതുക. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, അവനെ കൈക്കൊണ്ട്, അതായത് അന്നത്തെ ഒരു ദൈവിക വെളിപ്പാടിനകത്ത്
ദൈവം ജഡമായി തീർന്ന് മനുഷ്യനായി വരിക. പ്രത്യേകിച്ച് പല മതസങ്കല്പങ്ങളിലും ചിന്തകളിലും അങ്ങനെ ഒരു ചിന്ത കാണത്തില്ല. ഇവിടെ ഒരു പുതിയ ദൈവിക വെളിപ്പാടാണ് യോഹന്നാൻ ക്രിസ്തുവിലൂടെ അവിടെ എഴുതപ്പെടുക. എന്താണ്? ദൈവം മനുഷ്യനായി തീർന്നു. ദൈവം മനുഷ്യനായി നമുക്ക് തൊടാവുന്ന പാകത്തിൽ, നമുക്ക് കാണാവുന്ന പാകത്തിൽ നമ്മൾ ഒരുവനായി നമ്മുടെ കൂടെ ഒരാൾ നടന്നു. അത് ദൈവമാണ്. ദൈവം സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ലോഗോസായിരുന്ന ദൈവം ജഡാവതാരമെടുത്ത് മനുഷ്യനായി മാറി. അതുകൊണ്ട് പറയാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരാൻ. അന്ന് മനുഷ്യൻ്റെ പ്രശ്നം എന്താ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആസ്തിക പ്രശ്നം എന്ന് പറയുന്നത് ദേ ബിലോങ് ടു നോബഡി, ദേ ബിലോങ് ടു നോവയർ. എങ്ങുമല്ലാത്ത, ആരുടേതുമല്ലാത്ത കുറേ മനുഷ്യരാണ്, അല്ലേ? എന്താണ് പട്ടണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ഡെഫിനേഷനുണ്ട്. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ഒത്തിരി ഒറ്റപ്പെട്ട മനുഷ്യർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാ എന്ത്? സിറ്റി. സിറ്റിയിൽ ആർക്കും ആരെയും അറിയത്തില്ല. അപ്പുറത്തെ ഫ്ലാറ്റിൽ ആരാന്ന് ആർക്കും അറിയത്തില്ല, ഇപ്പുറത്തെ ഫ്ലാറ്റിൽ ആരാന്നും അറിയത്തില്ല. ഒത്തിരി പേര് തനിച്ച് താമസിക്കുന്ന സ്ഥലം, അതല്ലേ സിറ്റി. എങ്ങും ആരും ആരുടേതുമല്ലാത്ത, ആർക്കും ആരോ ഇല്ലാത്ത ലോകത്ത് ഇവിടെ ഒരു പുതിയ വെളിപ്പാട് ക്രിസ്തുവിലൂടെ കിട്ടുക. എന്താണ്? അവനെ കൈക്കൊണ്ട നീ ആരുടെയെങ്കിലും വകയാകും. ആരുടെ വകയാകും? ദൈവത്തിൻ്റെ മകനായി മാറുമെന്നുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. ഏറ്റവും വലിയ അറിവതാണ്. അവനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഒരു തലമല്ല കേട്ടോ. ബൗദ്ധികമായ ഇൻ്റലക്ച്വൽ ഒരു പ്രോസസ്സിങ് അല്ലത്. കാരണം പലർക്കും ക്രിസ്തുവിനെ അറിയാമെന്ന് ഒത്തിരി പേരില്ലേ? ക്രിസ്തുവിനെ അറിയാമെന്ന് ഒത്തിരി പേരുണ്ട്. ക്രിസ്തുവിനെ എങ്ങനെ അറിയാം എന്നുള്ളതാണ് വിഷയം. എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾക്കറിയാം, പാസ്റ്റർ അനീഷ് തോമസ്. അദ്ദേഹം കണ്ണൂന്ന് ട്രെയിനേ വരികയാണ്. കണ്ണൂന്ന് ട്രെയിനേ വരുമ്പോൾ ട്രെയിനിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രബുദ്ധനായ, വളരെ സ്വാധീനനായ, നല്ലവനായ, ആദർശശുദ്ധിയുള്ള, ബഹുമാനായ ഒരു രാഷ്ട്രീയക്കാരൻ, പേര് പറയുന്നില്ല ഓൺലൈൻ ആയതുകൊണ്ട്, അദ്ദേഹം ആ പേര് പറഞ്ഞാലും കുഴപ്പമില്ല, അദ്ദേഹം ആ ട്രെയിനിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണ്. വലിയ സന്തോഷം. കൈ കൊടുത്തിട്ട് അദ്ദേഹം പാസ്റ്റർ അനീഷിനോട് പറഞ്ഞു, മത്തായി സുവിശേഷം 5, 6, 7 അധ്യായത്തിലെ 111 വാക്യങ്ങൾ എനിക്ക് കാണാപ്പാടാന്ന് പറഞ്ഞു. അനീഷ് അന്നേരം തപ്പുവാണ്, 111 വാക്യം ഉണ്ടോയെന്ന്. എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ പക്ഷെ 111 വാക്യം ഉണ്ടെന്ന് ആ രാഷ്ട്രീയക്കാരൻ പറയുക. ഒത്തിരി പേർക്ക് യേശുവിനെ അറിയാം. എങ്ങനെ അറിയുമെന്നുള്ളതാണ് വിഷയം. പലരും ബുദ്ധി കൊണ്ടാണ് അറിഞ്ഞത്. എന്നാൽ ബുദ്ധിക്കപ്പുറം ഹൃദയത്തിലേട്ടൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് അവനെ കൈക്കൊള്ളുക എന്ന് പറയും. അവനെ കൈക്കൊണ്ടാൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുക. ഞാൻ ആരുടെ ഒരു വകയാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളായി തീരാനുള്ള അധികാരം. ആ പുതിയ വെളിപ്പാടിലൂടെ കിട്ടുന്ന ഒരു പുതിയ ബന്ധമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണെന്നുള്ള ബന്ധം, ദൈവത്തിൻ്റെ മകനാണെന്ന്. ഒരു വല്ലാത്ത ഒരു ആസ്തിക ദുഃഖം പേറി നടക്കുന്നവരാണ് മനുഷ്യർ. ആരും എനിക്കില്ലെന്നുള്ള ചിന്ത, ഞാൻ ആരുടേതുമല്ലെന്നുള്ള ചിന്ത. എവിടെയൊക്കെയോ അലഞ്ഞു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, അരികുവൽക്കരിക്കപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് ഒരു പുതിയ കാഴ്ചശക്തി കൊടുക്കുക. നീ എൻ്റെ വകയാണെന്ന് ഒരു ബോധ്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് രക്ഷാനുഭവം എന്ന് പറയുക. അതെങ്ങനെയാ കിട്ടുക? ഈ പുതിയ ദൈവിക വെളിപ്പാടിലോട്ട് കിട്ടുക. ദൈവം മനുഷ്യനായി തീർന്ന പുതിയ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ കൊടുക്കുക. ദൈവം മനുഷ്യനായി തീർന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ വീഞ്ഞ് കാണുകയാണ്. കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ ആരെ ക്ഷണിച്ചു? യേശുവിനെ ക്ഷണിച്ചു. അത് വലിയതായിട്ട് ഓർത്തോണേ. എല്ലാ കല്യാണ വീട്ടിലും യേശുവിനെ ക്ഷണിക്കണം. എനിക്ക് തോന്നുന്നു, ഞാൻ വെമിനറ്റിൻ്റെ കൺവെൻഷൻ വന്നപ്പോഴും അത് പറഞ്ഞു. 2018 പ്രളയം കഴിഞ്ഞിട്ട് മൊത്തം വെള്ളം കയറിയ ഒരു വീട്ടിൽ ഞാൻ എളിവനായി ഞാൻ ചെന്നു. മൊത്തം വെള്ളം കയറി, മൊത്തം പോയി ആ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവരുടെ മകളുടെ കല്യാണമാണ്. എന്ത് ചെയ്യണമെന്ന് വെള്ളം എല്ലാം കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ചള്ളയൊക്കെ തൂത്തിറക്കി ഉണങ്ങി വരുന്നേ ഉള്ളൂ. അന്നേരമാണ് ഞാൻ അവിടെ ചെന്ന് അവരോട് സംസാരിച്ചപ്പോൾ മൊത്തം ഇങ്ങനെ ഭിത്തിയെല്ലാം വെള്ളം ഇങ്ങനെ വറ്റുന്നു. അവരെല്ലാം കഴുകിയൊക്കെ വൃത്തിയാക്കുക. ഒരുമാതിരിയൊക്കെ ഒന്ന് റീസെറ്റിലായി വരികയാണ്. ഞാൻ ചോദിച്ചു, കല്യാണക്കാരി എന്തായി? പക്ഷേ എന്തായെന്ന് അറിയത്തില്ല. ഏതായാലും കല്യാണം എടുത്തു. അന്നേരമാണ് ഈ മഴയെല്ലാം ഈ വെള്ളം പൊങ്ങിയത്. പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്തു, കുറി അടിച്ചിട്ടുണ്ടായിരുന്നു. കുറി നനഞ്ഞു പോയില്ല. ഞങ്ങളെല്ലാം കൂടെ ഒരു ദിവസം ഉപവസിച്ചിട്ട് യേശുവിന് ആദ്യത്തെ കുറി കൊടുത്തിട്ടുണ്ട്. എന്നെ കുറി എടുത്ത് കാണിച്ചു, ടു അവർ ജീസസ് എന്ന്. ആദ്യത്തെ കുറി ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ ആട്ട് നടക്കും. ഏതായാലും നല്ല കല്യാണം നടന്നു. അവർ നല്ലതായിട്ട് ജീവിക്കുന്നുമുണ്ട്. അപ്പോൾ ഏത് കല്യാണം നടന്നാലും കല്യാണം കഴിക്കാനുള്ള എല്ലാ പിള്ളേരും പറയാം, ആദ്യത്തെ കുറി ആർക്ക് കൊടുക്കണം? ഒരു കുറി അങ്ങ് പൊക്കോട്ടെ, സാരമില്ല. ഉപവസിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ ഒപ്പിട്ട് ഒരു കുറി ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. 2-ാമത്തെ കുറി പാസ്റ്റർക്ക് കൊടുക്കണേ. കൂട്ടത്തിൽ പാസ്റ്റർ ആൻറ്റിയെ വിളിക്കാൻ വേണം. കാരണം പാസ്റ്റർ ആൻറ്റിയെ കല്യാണത്തിൽ ചെന്നപ്പോൾ
ഞാൻ പാസ്റ്റർ ആൻറ്റിയെ വിളിച്ചില്ലല്ലോ, എന്തിനാ വന്നെന്ന് ചോദിച്ച ഒരു വിശ്വാസിയെ ഞാൻ കണ്ടു. തകർന്നു പോയ സോറി. അവരെടുത്ത വഴി പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ, നീ എന്തിനാ വന്നെന്ന്. ദൈവത്തെ ഓർത്ത് അവരെ ഒഴിവാക്കല്ലേ. കാരണം ആൻറ്റി ഇല്ലെങ്കിൽ പാസ്റ്റർ ഇല്ല. ആൻറ്റി ഇല്ലെങ്കിൽ പാസ്റ്റർ ഇല്ല. ഉണ്ടോ? എന്നെ നിശബ്ദത ഇല്ല. 100% ഇല്ല. എല്ലാവരും മിണ്ടായിരിക്കുന്നേ. അത്ര വിലയില്ലേ? പാസ്റ്റർമാരുടെ ഭാര്യമാരുണ്ടേ ഒന്ന് കൈ ഉയർത്തിക്ക്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ചെയ്യുന്നേ. പാസ്റ്റർമാർ കുഴപ്പമില്ല ആൻറ്റി. പാസ്റ്റർമാരുടെ ഭാര്യമാരൊന്ന് എഴുന്നേറ്റ് ചെയ്യുന്നേ. അവരെന്ത് മാത്രം വില കൊടുക്കുന്നുണ്ട്. അവർ വരുന്നവരെ എല്ലാം ചെയ്യും. ഞാൻ പറയും, സാധാരണ പാസ്റ്റർ ആൻറ്റി അങ്ങനെ ഒരു കഴിവ് മതി. എന്തുകൊണ്ട് മക്കളെ വിശേഷം? ഓക്കെ ആണോ? കഴിച്ചോ കുടിച്ചോ എന്ന് ചോദിക്കണ്ടേ? ഒന്നുമില്ല, ഇത്രയും പേരെ കണ്ടാൽ ചിരിക്കണ്ടേ? കുറേ നേരം ചിരിച്ചാൽ ഇവിടെ വേദന വരത്തില്ലേ? അവർ ചിരിച്ചില്ലേ, അത് പ്രശ്നമല്ലേ? അപ്പോൾ ഇവരെ ഓർത്തൊന്ന് സ്വോത്രം ചെയ്തേ. ദീർഘവർഷങ്ങളായ ചന്ദ്രോസ് പാസ്റ്ററുടെ ആൻറ്റി ഉൾപ്പെടെ എത്രയോ പേര്, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ ആരെ കൂടെ വിളിക്കണം? മിണ്ടുന്നില്ല. കെട്ടാത്ത പിള്ളേരെങ്കിലും പറ, ആരെ കൂടെ വിളിക്കണം? പാസ്റ്റർ ആൻറ്റിയെ കൂടെ വിളിക്കണം. മറക്കരുത്, ആൻറ്റിയെ കൂടെ വിളിക്കണം. ഒക്കുമെങ്കിൽ ആൻറ്റിക്കൊരു സാരി മേടിച്ചു കൊടുക്കണം. നല്ലൊരു സാരി, പന്നസാരി ഒന്നും കൊടുക്കരുത്, ഡീസൻറ്റ് സാരി കൊടുക്കണം. അവരൊരിക്കലും നിങ്ങളെ മറക്കത്തില്ല എന്ന് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. എപ്പം സാരി എടുത്താലും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്തോത്രം ചെയ്യും കേട്ടോ. അപ്പോൾ മറക്കരുത്. ഏതായാലും ആദ്യത്തെ കുറി ആർക്ക് കൊടുക്കുക? ആദ്യത്തെ കുറി ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. കൊടുത്തു. കാനാവിലെ വീട്ടിൽ യേശു വന്നു. അവിടെ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയതാണ്. പക്ഷേ അവിടെ കർത്താവ് ഒരു പുതിയ വീഞ്ഞ് കൊടുക്കുകയാണ്. വീഞ്ഞെന്ന് പറയുന്ന അവിടേക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. മെശിഹ വരുമ്പോൾ വീഞ്ഞ് തരും, പുതിയ വീഞ്ഞ്. ആ വീഞ്ഞെന്ന് പറയുന്നത് ഒരു സർപ്ലസിനെ കാണിക്കുക, പ്ലെൻറ്റിയെ കാണിക്കുക, അനുഗ്രഹത്തെ കാണിക്കുക. മെശിഹ വരുമ്പോൾ പുതിയ വീഞ്ഞിൻ്റെ ഒരു അബൻഡൻസ് ഉണ്ടാകുമെന്നുള്ള ഒരു യഹൂദ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തെ ക്രിസ്തു കാനാവിലെ കല്യാണത്തിലൂടെ പൂർത്തീകരിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്തു വീട്ടിൽ വന്നാൽ അവിടെ എന്നും ഒരു പുതുമയുണ്ടാകും. ക്രിസ്തു ഉള്ള വീട്ടിൽ, ക്രിസ്തു വരുന്ന വീട്ടിൽ പഴയതെല്ലാം മാറും. ഒരു പുതിയ സന്തോഷം, നിലനിൽക്കുന്ന ഒരു സന്തോഷം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ടാണ് പറയുക, ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. കരമടിച്ച് സ്തുതിച്ച്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. യേശു വന്നോ പുതിയ വീഞ്ഞ്. അപ്പോൾ 2-ാം അധ്യായത്തിൽ ഒരു പുതിയ ദൈവിക വെളിപ്പാടാണ്. അവർക്ക് ഇന്ന് വരെ ഇല്ലാത്ത വെളിപ്പാട്. നിനക്ക് ആരോ ഉണ്ടെന്ന്, നീ ആരുടെയോ വകയാണെന്ന് തോന്നിപ്പിക്കുകയല്ല, ബോധ്യം തരാൻ വേണ്ടി ഒരു പുതിയ ജന്മം തരാൻ, പുതിയ അനുഭവം തരുന്ന പുതിയ ദൈവിക വെളിപ്പാട്. യഹൂദന് അന്യമായിരുന്ന, കാരണം അവരെ അടുത്തുകൂടാത്തത്, വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടിരുന്നു. ആർക്കും ഒരു നാളും അടുക്കാൻ കഴിയാത്ത, ആരും കാണാത്ത, ഉന്നതനായ, ഉയർന്നവനായ, പരിശുദ്ധനായ, ശാശ്വതവാസിയായ, സമാഗമന കൂടാതെ അതിവിശുദ്ധ സ്ഥലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ദൈവം. ആ ദൈവം താണ്ട് മനുഷ്യനോടൊപ്പം നടക്കുക. ഇന്ന് നമുക്കതുകൊണ്ടൊരു ഗുണമുണ്ട്. സമയഭേദം കൂടാതെ അടുത്തിയെന്ന്, കൃപാസനത്തിൻ്റെ അടുത്തിയെന്ന് അപ്പാന്ന് വിളിച്ചുകൊണ്ട് ഏത് സമയത്തും ചെല്ലുവാനുള്ള പുത്രത്വത്തിൻ്റെ പദവി ലഭിച്ചത് എന്താ? ഈ വെളിപ്പാടിലൂടെ ലഭിച്ചതാണ്. പുതിയ ദൈവിക വെളിപ്പാട്. ദൈവത്തിന് സ്തോത്രം ചെയ്തായിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ വീഞ്ഞാണ്. ആ പുതിയ വീഞ്ഞ് മാത്രമല്ല അവർക്ക് കൊടുത്ത്, പുതിയ വീഞ്ഞ് കൊടുത്തപ്പോൾ ഒരു പുതിയ ദേവാലയം കൂടെ കൊടുത്തു. അവരോട് പറയുകയാണ്, പഴയ ദേവാലയം മാറിയിട്ട് ഈ ദേവാലയം ഞാൻ പൊളിച്ചിട്ട് എന്ത് ചെയ്യും? 3 ദിവസം കൊണ്ട് അതിനെ പണിയുമെന്ന് പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസം കൊണ്ട് അതിനെ പണിയുമെന്നു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. അപ്പം ദൈവം ഒരു പുതിയ ദേവാലയം, പുതിയൊരു ദേവാലയത്തിൻ്റെ ചിത്രം അവർക്ക് കൊടുക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 3-ാം അധ്യായത്തിൽ നീക്കോദെമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്ക് വരികയാണ്. അവൻ യഹൂദനാണ്. യഹൂദനെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഭയങ്കര അവൻ്റെ ജനനത്തിങ്കൽ അഭിമാനിക്കുന്നവനാണ്. ഞാൻ എബ്രായൻ ബെന്യാമീൻ ഗോത്രക്കാരൻ. ഭയങ്കര അഭിമാനമാണ് അവൻ്റെ ജനനത്തെക്കുറിച്ച്. ഒരു പരിധി വരെ നമ്മളൊക്കെ അങ്ങനെ അഭിമാനിക്കുന്നവരാണ്. ഞാൻ ഇന്നിടത്തെയാണെന്നൊക്കെ പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ് പലരും. പക്ഷെ ക്രിസ്തു അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എവിടത്തെയാണെന്നോ, നീ യഹൂദനാണെന്നോ. അതുകൊണ്ടാണ് നീക്കോദെമോസ് ആരാണ്? നീക്കോദെമോസ് എന്ന യഹൂദന്മാരുടെ പ്രമാണിയാണ്. പക്ഷെ കർത്താവിനോട് പറയുന്നു, ഇതൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, നീ എവിടത്തെയാണെങ്കിലും, എവിടെ ജനിച്ചതാണെങ്കിലും, നീ മേളിൽ നിന്നൊരു ജന്മം ഉണ്ടായില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അവൻ്റെ അടിസ്ഥാനപരമായിരുന്ന ജന്മശുദ്ധി കൊണ്ടുണ്ടാകുന്ന ആ ഉന്നത ചിന്തയെ ദൈവം അവിടെ അടിച്ചു തകർക്കുകയാണ്. നീ ഏത് യഹൂദനായാലും എങ്ങനെ ജനിക്കണം? പുതുതായി ജനിക്കണം. അപ്പം പുതുതായി ജനിക്കണം ചോദിച്ചപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ജനിക്കുക? കർത്താവ് പറയുന്നുണ്ട്, എന്താണ്? അതാണ് 1-ാം അധ്യായത്തിൽ കാണുക, ആത്മാവിനാൽ ജനിക്കണം.
ജഡത്താൽ ജനിച്ചതെല്ലാം എന്താകുന്നു? ജഡമാകുന്നു. ആത്മാവിനാൽ ജനിച്ചത് എന്താകുന്നു? ആത്മാവാകുന്നു. അപ്പോൾ അവിടെ ജന്മം കൊണ്ടുണ്ടാകുന്ന ഹൈരാർക്കിയെ കർത്താവ് ആ ചിന്തകളെ തകർക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്നും എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ചിന്തകളൊക്കെയാണ്. ബ്രാഹ്മണന് ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ബ്രഹ്മാവെന്ന ആ മഹാസങ്കല്പത്തിൻ്റെ ഓരോ തലങ്ങളിൽ നിന്ന് വന്നവർ, ഉയർന്നവനും രണ്ടാമന് മിഡിൽത്തട്ട്. ഇന്നും കാസ്റ്റ് സിസ്റ്റം പ്രിവലൻ്റ് ആണ്. വടക്കേന്ത്യ ഗ്രാമങ്ങളിലോട്ടൊക്കെ ചെന്നാൽ ഇന്നും ജാതി വ്യവസ്ഥിത സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നവോത്ഥാന നായകനായിരുന്ന ശ്രീനാരായണ ഗുരു പറയുന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ജാതി വ്യവസ്ഥിത അന്ന് വലിയ സങ്കീർണമായിരുന്നു, ഇന്നും അത് സങ്കീർണമാണ്. പക്ഷേ ക്രിസ്തു പറയുന്നു, നീ ഏത് ജാതിയും ജനിച്ചതായാലും മേളിൽ നിന്ന് ജനിക്കാത്തിടത്തോളം കാലം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ജാതിബോധത്തിൻ്റെ അടിത്തറ അവിടെ തകർത്തിട്ട് ജാതിബോധങ്ങളില്ലാത്ത ഒരു നവമാനവികത ഉണ്ടാകാൻ ഒരു വഴിയുണ്ട്. മേളിൽ നിന്നൊരു ജനനമാണ്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട് അവർണനെയും സവർണനെയും ഒന്നാക്കുന്ന, കറുത്തവനെയും വെളുത്തവനെയും ഒന്നാക്കുന്ന, ഉയർന്നവനെയും താണവനെയും ഒന്നാക്കി ഒരു പായിലിർത്തി ഒരപ്പത്തിൻ്റെ അംശങ്ങളാക്കി ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാക്കുന്ന പുതുജനനത്തിൻ്റെ ആ വെളിപ്പാട് അവിടെ കിട്ടുകയാണ്. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിക്കണേ. പുതുജനനം. മനുഷ്യൻ്റെ ഇടയ്ക്കിരിക്കുന്ന നടിച്ചുവരുകളെ ഇടിച്ചു കളഞ്ഞിട്ട് മനുഷ്യനെ ഒന്നായി കാണുന്ന നവമാനവികതയുടെ ആ ദർശനം കൊടുത്തത് ക്രിസ്തുവിൻ്റെ പുതുജനനം എന്ന മഹത്തായ ആശയത്തിലൂടെയാണ്. നീ എവിടെ ജനിച്ചവനാണെങ്കിലും നീ ഉയരത്തിൽ നിന്ന് ജനിച്ചേ ഒക്കത്തുള്ളൂ. ഒരു കാര്യം ഓർത്തോണേ, നമുക്ക് അഭിമാനിക്കാൻ ഒന്നേ ഉള്ളൂ. ഞാൻ എവിടുന്ന് ജനിച്ചവനാണെന്നുള്ളതല്ല, ഞാൻ ക്രിസ്തുവിൽ നിന്ന് ജനിച്ചോ എന്നുള്ളതാണ് നമ്മുടെ അഭിമാനം. പലരും ഞാൻ ഇന്ന വീട്ടിലെയാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവരാണ്. എന്ത് വീട്ടിലെയാണെന്നാണ് പറയുക? ഏത് വീട്ടിലെയാണെന്നാണ് പറയുക? ഏത് വലിയ കൊമ്പത്തെ വീട്ടിലെയാണെങ്കിലും അവിടെ രണ്ടു പേർക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമ്മളോട് ചോദിക്കും, ആ വീട്ടിലാര്? നിങ്ങളുടെ ആരുടെയാണ്? അപ്പം നമ്മൾ പറയും, അവരിവിടുത്തെ അല്ല, അപ്പുറത്തെ വീട്ടുകാരാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ വീട്ടുകാരുള്ള അവരെ കൊണ്ട് നമ്മുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും. സത്യത്തിൽ മാന്യത എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നാ, ഉയരത്തിൽ നിന്ന് ജനിച്ചതിൻ്റെ മാന്യതയാണ്. ഉയരത്തത് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. വീണ്ടും ജന്മം പ്രാപിക്കുക, ആത്മജന്മം പ്രാപിക്കുക. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതുജന്മം പ്രാപിച്ചവർക്ക് 4-ാം അധ്യായത്തിൽ ദൈവം ശമര്യാക്കാരത്തി സ്ത്രീയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എന്തുകൊണ്ടാണ് ശമര്യാക്കാരത്തി സ്ത്രീ എടുത്ത് ചെല്ലുന്നത്? അവിടെ നടിച്ചുവരായിരുന്നു. പഴയ നിയമകാലത്ത് എബ്രായൻ ഒരിക്കലും ശമര്യാക്കാരുടെ അടുത്ത് പോകില്ല. പക്ഷെ പുതുജന്മം പ്രാപിച്ചവന് അടുത്ത വെളിപ്പാടാ. ഇവിടെ ദാസനെന്നുമില്ല, യഹൂദനെന്നുമില്ല, യവനെന്നുമില്ല, ദാസനെന്നുമില്ല, സ്വതന്ത്രനെന്നുമില്ല, ആണെന്നുമില്ല, പെണ്ണെന്നുമില്ല. നോക്കൂ, നടിച്ചുവരുകൾ ഇടിച്ചു കളയുകയാണ്. നടിച്ചുവരുകൾ ഇടിച്ചു കളഞ്ഞിട്ട് ശമര്യാക്കാരത്തെ സ്ത്രീയുടെ അടുക്കിലേക്ക് ക്രിസ്തു പോകുക. എന്ത് മനോഹരമായ ഒരു മലയാള പാട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പല മക്കളും ഈ സ്കൂളിലും സൺഡേ സ്കൂളിലും ഒക്കെ നല്ലപോലെ പാടാനൊക്കെ. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ വക്കത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു നാരി, വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. ആ പാട്ടൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് പാടാൻ കഴിയും. അപ്പോൾ അവിടെ സ്ത്രീയുടെ അടുക്കിലേക്ക് ക്രിസ്തു വരികയാണ്. ക്രിസ്തു വന്നിട്ട് അവളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവള് ഭയങ്കര ഒരു അവിടെ അനുഭവങ്ങളൊക്കെ പറയുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ ആരാധിച്ചത്, അവിടെ ആരാധിച്ചത്. പക്ഷെ ക്രിസ്തു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പുതിയൊരു ആരാധന. പുതുജന്മം പ്രാപിച്ചവർക്ക് പുതിയ ആരാധനയുണ്ട്. ആ പുതുജന്മം പ്രാപിച്ചാൽ പിന്നെ പഴയ ആരാധന ഒക്കത്തില്ല. അത് ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. കാരണം ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് പോലെ തന്നെ ദൈവത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയൊരു വെളിപ്പാടുണ്ട്. 4:24 ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നത് കൊണ്ട് ഇനിയും പഴയ ആരാധന ഒക്കത്തില്ല. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പുതിയ ജന്മം ലഭിച്ചവർക്ക് പുതിയ ആരാധനയുടെ വെളിപ്പാടുണ്ടാകണം. കരമടിച്ച് സ്തുതിച്ചാട്ടെ. അതെന്താണ്? പഴയ ആരാധനയല്ല, പുതിയ ആരാധന. എങ്ങനെയുള്ള ആരാധന? ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പഴയ ആരാധന വിട്ടിട്ട് ഒരു ചെറിയ സമൂഹത്തോട് ചേർന്നിരുന്ന് ഹല്ലേലൂയ പള്ളിയും പള്ളിമേടയും ഒക്കെ വിട്ട് പലതും വിട്ട് എന്തിനാണ് വന്നിരുന്ന ഒരു കൊച്ചു പായയിരുന്നു കൊണ്ട് കരമടിച്ച് സ്തുതിക്കുന്നത്? പുതിയ ആരാധനയുടെ വെളിപ്പാട് കിട്ടിയവരാ. ആ ആരാധന വെളിപ്പാട് കിട്ടിയവർ ഒരിക്കലും ആരാധിക്കാതിരിക്കരുത്. അവരിനെയും പഴയ ജാടകളിലേക്ക് പോകരുത്. എന്താണ്? നമ്മൾ ആത്മാവിൽ ആരാധിക്കണം. ദൈവത്തെ ഒന്ന് എല്ലാവരും സ്തുതിച്ച് ആത്മാവാൻ ദൈവത്തെ എന്ത് ചെയ്യണോ? ആത്മാവിൽ ആരാധിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളോട്. എനിക്ക് തോന്നുന്നു എവിടാണ് പ്രിയപ്പെട്ട ദേവസ്യ പാസ്റ്റർ നമ്മുടെ കൂട്ടായ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവമക്കളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അവർ ആത്മാവിൽ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. അവർ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ഒരു പെന്തക്കോസ്ത് സമൂഹം ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ്?
പെന്തക്കോസ്ത് സമൂഹം ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ടത് എന്തിൻ്റെ പേരില്ല? പറഞ്ഞു, എന്തിൻ്റെ പേരില്ല? അന്യഭാഷയുടെ പേരിൽ കളിയാക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലേ? പെന്തക്കോസ്തിൽ ചേരണം, കപ്പയും മീനും തിന്നണം എന്നുള്ള പാട്ടുകൾ, അങ്ങനെ നിരവധി എത്രയോ പാട്ടുകൾ, അതൊക്കെ പാടി മിമിക്രി കളിച്ചു, മോണയാക്ട് കളിച്ചു, പല പൂരപ്പറമ്പുകളിലും അത് പാടി, അങ്ങനെ നമ്മളെ കളിയാക്കി. ഇന്ന് നമ്മുടെ മാത്രമല്ല അന്യഭാഷ, കത്തോലിക്ക കരിസ്മാറ്റിക് ധ്യാനിക്കാരെന്ത് പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടോ? ചാനൽ TV ഒക്കെ കേട്ടാൽ മതി. അച്ഛന്മാരെന്ത് പറയുന്നുണ്ട്? അന്യഭാഷ. വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന അച്ഛന്മാരുണ്ട് അന്യഭാഷ അറിയാവുന്നത് പറയുന്നവർ, ആൽപ്പശാന ഭാഷാപരമുള്ളവർ. മർത്തോമ ഓർത്തഡോക്സ് സഭയുടെയൊക്കെ പള്ളികളിൽ അവർ പറയത്തില്ലെങ്കിലും കൂട്ടായ്മകൾ എന്തുണ്ട്? ഉണ്ടോ? കൂട്ടായ്മകളിലുണ്ട്. പക്ഷെ ഞാൻ അവരെ എല്ലാം ശ്രദ്ധിച്ചപ്പോൾ അവർ തിങ്കൾ മുതൽ ശനി വരെ കൂട്ടായ്മകൾ അന്യഭാഷ പറയും എന്ന് പറയത്തില്ല, ഞായറാഴ്ച പറയത്തില്ല. നമ്മുടെ വർക്കത്തെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ മിണ്ടത്തില്ല എന്ന് മാത്രം പറയും, ഞായറാഴ്ച മാത്രം പറയും. കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ട്, വേണേ ഒരു ദിവസം റെസ്റ്റ് എടുത്തോളാം ശബത്ത്. ഇത് 6 ദിവസം മിണ്ടാതിരിക്കും. ഒന്ന് പറയല്ല. ദൈവമക്കളെ, വീണ്ടും ജന്മം പ്രാപിച്ചവർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ എല്ലാവരും ഒന്ന് സ്തുതിച്ച്, ഇന്നത്തെ പ്രഥമ രാത്രിയിൽ കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ച്, അതരം തുറന്നൊന്ന് സ്തുതിച്ച്, എല്ലാവരും സ്തുതിച്ച്, ആത്മാവിലും സത്യത്തിലും വീണ്ടും ജനനം ഉയരത്തിൽ നിന്നുള്ള ജനം പ്രാപിച്ചവർക്ക് ഇനിയും പഴയ നിലയിൽ ഇരിക്കാനൊക്കത്തില്ല. അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പുതിയ ആരാധന. ഹല്ലേലൂയ. അതെന്ത് ആരാധനയാണ്? ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. കാരണം സത്യം അവിടെയുമല്ല ഇവിടെയുമല്ല, അവിടെയുമല്ല ഇവിടെയുമല്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലോ അവിടെ ദേവാലയമായിക്കൊണ്ട്, അവിടെ ദൈവ സാന്നിധ്യം ഇരുന്നു കൊണ്ട്, സ്ഥലപ്രാധാന്യം ഇല്ലാതെ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന നവ ആരാധനയുടെ വെളിപ്പാട്, ഒരു പുതിയ ആ വെളിപ്പാട് ലഭിച്ച എല്ലാ ദൈവമക്കളും അല്പസമയം അതിശക്തിയോട് കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ഈ പ്രവാസ ലോകത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നെങ്കിൽ എന്തിനാണ്? വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിച്ചവർ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം ഉണ്ടാകുമ്പോൾ ആസ്തിക്ക് ദുഃഖം മാറുകയാണ്. ഞാൻ ആരുമല്ലെന്നുള്ള ചിന്ത, എനിക്ക് ആരുമില്ലെന്നുള്ള ചിന്ത മാറിയിട്ട് ഞാൻ ഒരാളുടെ വകയാണെന്നുള്ള ചിന്തയുണ്ടാകും. ആരുടെ വക? എൻ്റെ ദൈവത്തിൻ്റെ വകയാണ്. സകലവും സൃഷ്ടിച്ച ദൈവം എൻ്റെ പിതാവാണ്. ഞാൻ അനാഥനല്ല. എന്നെ കേൾക്കാൻ ഒരാളുണ്ട്. ഞാൻ ഒരാളുടെ വകയാണ്. അവിടുന്ന് എന്നെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ബോധ്യം വരുന്നവർ എന്ത് ചെയ്യണം? അവർക്കൊരു പുതിയ വീഞ്ഞ് കിട്ടി, പുതിയ ദേവാലയം കിട്ടി. അത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദേവാലയം. ആ ദേവാലയം ക്രിസ്തു അകത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മന്ദിരം ദൈവത്തിന്റെ ആലയമായി മാറുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, പുതിയ ജനനം ഉണ്ടാകണം. ആ പുതിയ ജനനം ഉണ്ടായവർ എന്ത് ചെയ്യണം? പുതിയ ആരാധന. ആ പുതിയ ആരാധന എന്താണ്? ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളത്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൾ. സംഗീതക്കാരൻ പറയുന്നത് പോലെ ലാവണ്യം എൻ്റെ അധരങ്ങൾ നന്ദി കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ട് ഹൃദയം നിറഞ്ഞ് സത്യാരാധനയുടെ വെളിപ്പാട് ലഭിച്ചവർ ഒരിക്കലും അടങ്ങിയിരിക്കരുത്. അവർ ആത്മാവാം ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് ദൈവസഭ. ആത്മാവാം ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് ആരും ഇതിനകത്ത് കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം കണ്ണുകൾ അടച്ച് സ്തുതിച്ച്, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവർ പരിശുദ്ധാത്മാവിൽ ആരാധിച്ച്, പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടെ ആരാധിക്കാൻ കഴിയാത്തവർ അതരങ്ങൾ തുറന്ന് യേശുവിൻ്റെ രക്തം പറഞ്ഞ്, കർത്താവേ, ഞാൻ പാപി, എനിക്ക് കുറവുകളുണ്ട്, എന്നെ അവിടുത്തെ എൻ്റെ നാവിനെ ശുദ്ധീകരിക്കണമേ. എന്നെ ശുദ്ധീകരിച്ച് അങ്ങേ സ്തുതിക്കാൻ ആത്മാവിൽ സ്തുതിക്കണം. രഗനം ശകനം ധികനം രഗജം ദഗനം ധാരം. ഇന്ന് വരെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ ഈ 2 രാത്രികൾ കൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. എന്നെങ്ങനെ പ്രാപിക്കാം? അത് കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ വായ നീ തുറക്കുക, വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഇടം വലം നോക്കാതെ ആരാധിക്കണം. ഇടം മറന്ന് ആരാധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതിയ ആരാധന. പുതുജന്മം പ്രാപിച്ചവർക്ക് പുതിയ ആരാധനയുടെ വെളിപ്പാട് 4-ാം അധ്യായത്തിൽ എന്താണ്? സത്യം. നമ്മൾ ദൈവമാത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവമാത്മാവാകുന്നു. ആത്മാവാൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിലും എല്ലാവരും കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് എബി ബ്രദറെല്ലാം വന്നാട്ട്
ദൈവത്തെ സ്തുതിക്കണോ? ഹല്ലേലൂയ. എങ്ങനെ? ആത്മാവിലും സത്യത്തിലും സ്തുതിക്കണോ? 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ് അവിടെ പുതിയ രോഗസൗഖ്യത്തിന്റെ വെളിപ്പാട് ഉണ്ടാകുകയാണ്. ഇന്നലെ വരെ ബെത്സേദ കുളത്തിൽ പോയി മുങ്ങണമായിരുന്നു, അവിടെ ശബത്തായിരുന്നു. പക്ഷേ ആ മനുഷ്യന് 38 ആണ്ടായിട്ട് ശബത്തില്ല. വാട്ട് ഈസ് സബത്ത്? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റെസ്റ്റ്. പക്ഷെ ആ മനുഷ്യന്റെ ശരീരത്തിൽ റെസ്റ്റ് ഇല്ല. ആ മനുഷ്യന്റെ ശരീരത്തിൽ റെസ്റ്റ് ഇല്ല. ആത്മാവിന് റെസ്റ്റ് ഇല്ല. അവന്റെ മൈൻഡ് റെസ്റ്റ് ഇല്ല. 38 ആണ്ടായിട്ട് അവിടെ കിടക്കുകയാ. അവന് പല സൂപ്പർസിഷൻസിൽ സൗഖ്യം കിട്ടാൻ നോക്കി, സൗഖ്യം കിട്ടിയില്ല. പക്ഷെ യേശു വന്ന് ഒറ്റ വാക്ക് പറഞ്ഞു, പുതിയ വെളിപ്പാടുണ്ടായിടത്ത് പുതിയ സൗഖ്യം ഉണ്ടാകുകയാണ്. പുതിയ ആരാധന ഉണ്ടായിടത്ത് പുതിയ റെസ്റ്റ് ഉണ്ടായി. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, റെസ്റ്റ്ലെസ്നെസ് മാറട്ടെ, മനസ്സിന്റെ ദുഃഖങ്ങൾ മാറട്ടെ, മനസ്സിനകത്തേക്ക് ഭയങ്കര ദൈവിക സ്വസ്ഥത വ്യാപരിക്കട്ടെ. പുതിയ ആരാധന ഉള്ളിടത്ത് പുതിയ റെസ്റ്റ് ഉണ്ട്, പുതിയ സബറ്റുണ്ട്. ഈ രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ. ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ച്, ഞങ്ങളെ വീക്ഷിക്കുന്നവർ എവിടെ ഇരുന്നാണെങ്കിലും ഇന്ന് രാത്രി, ഇനി പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും വെറുതെ ഇരിക്കരുത്. ഇന്ന് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി എവിടെയൊക്കെയോ വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ദൂരെ ആയിരിക്കുന്നവരുടെ മേഖലകളിലേക്ക് യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. പുതിയ ആരാധന ഉള്ളിടത്ത് പുതിയ റെസ്റ്റ്, ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ സമയത്ത് പുതിയ റെസ്റ്റ്, പുതിയ സൗഖ്യം, പുതിയ ന്യൂ ശബത്ത്. ഇന്നലെ വരെ സൂപ്പർസിഷനിലൂടായിരുന്നു സൗഖ്യം കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പറയുന്നു, നീ കുളത്തിൽ ചാടണ്ട. ഹല്ലേലൂയ. യഹോവ റാഫയായ അടിപ്പിണരുകളാൽ സൗഖ്യം തരാൻ കഴിയുള്ള ഒറ്റ വാക്കിന് കിടക്ക എടുത്ത് നടപ്പിക്കുമാറാക്കിയ 38 ആണ്ട് കാലങ്ങൾ പഴക്കത്തിൽ വെട്ടിക്കിടന്നവനെ എഴുന്നേൽപ്പിച്ച ക്രിസ്തുവിന്റെ പുതിയ സൗഖ്യ ഈ രാത്രി കണ്ടാൽ, അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയായാൽ പുതിയ സൗഖ്യ, പുതിയ വഴി, പുതിയ വാതിൽ യേശുവിന്റെ നാമത്തിൽ കണ്ടാലും സകലതും പുതിയതാക്കുന്ന ദൈവപ്രവൃത്തി. മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതേക്ക്, നിങ്ങളെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയ ചില മേഖലകളിൽ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി അതിശക്തമായിട്ട് പറയുന്നു, ഒരു ന്യൂ ശബത്ത്. ഒരു ശബത്ത് എന്താ? റെസ്റ്റ് ആണ്. ശരീരത്തിനൊരു ശബത്ത്, മനസ്സിനെ ഭാരപ്പെടുത്തിയ ചില വിഷയങ്ങൾക്ക് അറസ്റ്റ് ചെയ്തൊരു പുതിയ ശബത്ത്, യേശുവിന്റെ നാമത്തിൽ പുതിയ ശബത്ത്.